നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്ത് ഇന്ന് ഏറ്റവും വിലപിടിപ്പുള്ള താരങ്ങളെ വെച്ചുകൊണ്ടൊരു 11 ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാകും? മോസ്റ്റ് വാല്യുബിൾ 11 2025 സ്കോർ 90 ട്രാൻസ്ഫർ മാർക്കറ്റിൻ്റെ കണക്കുകൾ എടുത്തുകൊണ്ട് അങ്ങനെ ഒരു 11 അവതരിപ്പിക്കുന്നു. ഓരോ പൊസിഷനിലും ഏറ്റവും വില കൂടിയ താരങ്ങളെ വെച്ചുകൊണ്ടാണ് ഈ ഒരു 11. ഗോൾ കീപ്പറായിട്ട് ജിയാൻ ലൂക്കി ഡൊണ്ണാരുമ 40 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തെ സിറ്റി എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ PSG ചോദിക്കുന്നത് 50 മില്യൺ യൂറോയാണ് എന്ന വാർത്ത പുറത്തേക്ക് വന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു നെഗോസിയേഷനിലൂടെയൊക്കെ പോയി അതൊരു 35-40 ഡീല് നടക്കുമോ കാത്തിരുന്ന് കാണാം. ഏതായാലും ഗോൾ കീപ്പർ പൊസിഷനിൽ ജിയാൻ ലൂക്കി ഡൊണ്ണാരുമ, ഡിഫൻസിൽ 4 പേര്. ഒന്ന് അഷ്റഫ് ഹക്കീമിയാണ്. 80 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത്. ഒപ്പം FC ബാഴ്സലോണയുടെ യുവ സൂപ്പർ താരം പാവ് കുബാർസി സെൻട്രൽ ബാക്കിൻ്റെ റോളിലുണ്ട്. 80 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ മൂല്യവും കണക്കാക്കുന്നത്. ഒപ്പം ഇൻ്റർ മിലാൻ്റെ ബസ്റ്റോണിയുണ്ട്. ബസ്റ്റോണിയുടെ മൂല്യവും കണക്കാക്കിയിരിക്കുന്നത് 80 മില്യൺ യൂറോയാണ്. സിറ്റിയുടെ ഗാഡിയോളിൻ്റെ മൂല്യം കണക്കാക്കിയിരിക്കുന്നത് 75 മില്യൺ യൂറോ. ഇതാണ് ഡിഫൻസ്. മധ്യനിരയിൽ 3 പേര്. ജൂഡ് ബെല്ലിംഗാം റയൽ മാഡ്രിഡിൻ്റെ സൂപ്പർ താരത്തിൻ്റെ മൂല്യം കണക്കാക്കുന്നത് 180 മില്യൺ യൂറോയാണ്. ഒപ്പം പെഡ്രിയുണ്ട്. ബാഴ്സലോണയുടെ സൂപ്പർ താരത്തിൻ്റെ മൂല്യം 140 മില്യൺ യൂറോയാണെങ്കിൽ വേർഡ്സിൻ്റെ മൂല്യം 140 മില്യൺ യൂറോ കണക്കാക്കുന്നു. ഇപ്പോൾ അദ്ദേഹം ലിവർപൂളിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ 3 പേരാണ് മധ്യനിരയിലെങ്കിൽ മുന്നേറ്റ നിരയിൽ താരത്തിളക്കത്തിൽ ലാമിൻ യമാൽ 200 മില്യൺ യൂറോ. ഒപ്പം കിലിയൻ എംബാപ്പെ കണക്കാക്കിയിരിക്കുന്ന 180 മില്യൺ യൂറോ. പിന്നെ വിനി ജൂനിയർ കണക്കാക്കിയിരിക്കുന്ന മൂല്യം 170 മില്യൺ യൂറോ. ഇതാണ് ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള 11 അവതരിപ്പിച്ചിരിക്കുന്നത്. മോസ്റ്റ് വാല്യുബിൾ 11 2025. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.